ഹലോ ഗൈസ്, അങ്ങനെ പെരുന്നാളായിട്ട് നമ്മൾ പള്ളിക്കുന്നതാണ്, അല്ലാണ്ട് ഇപ്പൊ സ്കൂൾക്ക് പോകില്ലല്ലോ. അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ചങ്ങായിമാർക്കൊക്കെ ഒരു ഈദുംബാർക്കട കൊടുത്ത്. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ. പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ വിട്ട് തറവാട്ടിക്ക്. ഇവിടെ പോകാണ്ട് നമ്മൾ ഏടി പോകില്ല കേട്ടോ. ഇനി നമ്മളെ പെരുന്നാത്തലേന്റെ ബ്ലോഗ് കണ്ടാ അറിയാം. കുറെ മാസം ഇട്ടിട്ട് ബീഫ് അരിയൊക്കെ പോയി വാങ്ങിയിരുന്നു ചോറക്കാരൻ. അങ്ങനെ അമ്മോനെ ദമ്മൊക്കെ ഒടിച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ദമ്മ ഒടിച്ചോക്കെ ഇപ്പൊ പറഞ്ഞാൽ ഇതിൽ വെള്ളം പറഞ്ഞ് കഞ്ഞുടിച്ചണോ അല്ലെ വേറെ എന്താ ചെയ്യണമെന്നുള്ളത്. ഒരു സേഫ്റ്റിക്ക് സൈഡിൽ കുറച്ച് ബിരിയാണി ഞങ്ങൾ വാങ്ങിയത്. കാരണം നമ്മൾ കണ്ടത് വെറും ചക്കക്കൂട്ടാൻ വെച്ച അമ്മോനെ. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, സാധനം എടുത്താൽ കഴിച്ചു നോക്കി. ഒരു രക്ഷയില്ല, പ്രതീക്ഷകളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അമ്മോന്റെ ചോറ് കിട്ടില്ല സാധനം. പിന്നെ അമ്മോന്റെ ചോറ് നമ്മൾ വലിയ പാത്രത്തേക്ക് സാധനം കൊടുത്തു, ഒരു മെയിൻ റോൾ ആയിട്ട് കൊടുത്തു. മറ്റു ചോറുകൾക്ക് വെറും ക്യാമിയോ റോൾ വെറും സൈഡായിട്ട് കൊടുത്തത്. ഇനി അടുത്ത ഫോട്ടോ സെക്ഷനിലേക്ക് കിടക്കാം. ചെസ് നമ്പർ 1, 2, 3 അവസ്ഥ ഇതാണ്. ഇനി ബാക്കിയുള്ളതിന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികൾ മനസ്സിൽ പറയേണ്ടത് അത് ഫോട്ടോ എടുപ്പാണോ അതോ പാട്ട് മത്സരമാണോ. പിന്നെ ഒരു ഉച്ചക്കായപ്പോ ചങ്ങായിമാരെ വീട്ടിൽ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പൊ ഏതൊരു പെരുന്നാളാണ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ഇവിടെ എല്ലാവരും വിട്ടു. ഞാനായാലും പെരുന്നാക്കിന്റെ ഫ്രണ്ട്സുള്ള പേരെ പോകാൻ ഞാൻ മുടക്കാറില്ല. ഒറ്റത്തെ അവിടെ വന്ന് പെരുന്നാക്ക് പുലിക്കര അവിടെ പായസം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് ക്രിക്കറ്റ് കളിച്ചു. അത് കണ്ടില്ലേ, മറ്റേ റോബി അടിച്ച അതേമാതിരി ഓന്റെ അതേ ഷർട്ടും. പിന്നെ ഓൾക്ക് ഒരേ നിർബന്ധം ഞാൻ ഇറങ്ങണം. എനിക്കറിയാടെ ഞാൻ ഇറങ്ങി ഒന്നും സംഭവിക്കാൻ പോയില്ല. അതേമാതിരി എന്റെ എത്തൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ സ്റ്റേറ്റസ് വിടാൻ പറ്റില്ല. ഓല അണ്ണാക്കിട്ട് ഒരു അഡ്ഡേറ്റ് കൊടുത്ത്. ഇതാണ് എന്റെ അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാ പെരുന്നാളും ഇവിടെ പേരെ പോകണം. എന്നില്ല എന്റെ വീഡിയോക്ക് ലൈക്ക് ഷെയറും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭീഷണി പിടിച്ചു. ഇനി എന്റെ നാട്ടിൽ എ ടീമിന്റെ വിശേഷം കഴിഞ്ഞു. ഇനി എന്റെ കൂടെ പഠിക്കുന്ന ബി ടീമിന്റെ സംഭവം കാണിച്ചാൽ കുഞ്ഞിനാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. ഓരോ വീട്ടിൽ മുമ്പ് കാക്കക്കൂട്ട് കല്യാണമായി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഫുള്ള് കപ്പിൾസാ. ഞമ്മ പിന്നെ അങ്ങനെ ഒന്നും ഇല്ലാത്ത നമ്മ പ്രശ്നമല്ല. പെരുന്നാളല്ലേ, എല്ലാവർക്കും ഒരു ഫോട്ടോ ഒക്കെ വേണ്ടിക്കും. നമ്മളുള്ളത് കൊടുവള്ളിയിലെ ഒരു വീട്ടിലാ. ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. ഇനി ഒരുപാട് സംഭവം ഉണ്ട്. പക്ഷെ സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് പെരുന്നാൾ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പൊ ഫോളോ ചെയ്യുക, അടുത്ത വ്ലോഗ് കാണാം. അപ്പൊ ശരി എന്നാ.